നോട്ട് പ്രതിസന്ധിക്കൊപ്പം മൂന്നാം ദിവസവും ശമ്പള വിതരണം ചെയ്യാൻ കഴിയാതെ രാജ്യത്തെ ബാങ്കുകളും ട്രഷറികളിലും വേണ്ടത്ര പണം എത്തിക്കാൻ റിസർവ് ബാങ്കിന് ആയില്ല. രാജ്യ തലസ്ഥാനത്ത് അടക്കം മിക്ക ബാങ്കുകളിലും 2 മണിക്കൂറിനകം പണം തീർന്നു. ദേശീയപാതകളിൽ ടോൾ ഈടാക്കുന്നത് പുനരാരംഭിച്ചതോടെ മണിക്കൂറുകളാണ് വാഹനങ്ങളുമായി യാത്രക്കാർക്ക് കാത്തുകിടക്കേണ്ടി വന്നത്. മൂന്നാം ദിനവും രാജ്യത്തെ ട്രഷറികളിലും ബാങ്കുകളിലും ആവശ്യത്തിന് പണമെത്തിക്കാൻ റിസർവ് ബാങ്കിനായില്ല. ഇതോടെ സ്വകാര്യ സർക്കാർ ജീവനക്കാരുടെ ശമ്പള അക്കൗണ്ടുകളിൽ നിന്ന് പണം നൽകാൻ പോലുമാകാതെ ബാങ്കുകൾ വിഷമിച്ചു. 2 മണിക്കൂറിനകം രാജ്യതലസ്ഥാനത്തെ മിക്ക ബാങ്കുകളിലും പണം തീർന്നു. ദേശീയപാതകളിൽ ടോൾ പിരിവ് പുനരാരംഭിച്ചതോടെ മണിക്കൂറുകളാണ് വാഹനങ്ങളുമായി കാത്തു നിൽക്കേണ്ടി വന്നത്. ടോൾ പ്ലാസകളിൽ ചില്ലറയില്ലാത്തത് പ്രതിസന്ധി രൂക്ഷമാക്കി. എന്നാൽ എല്ലാ ടോൾ പ്ലാസകളിലും സ്വീപ്പിംഗ് മെഷീനുകൾ ലഭ്യമാക്കുമെന്ന് ധനമന്ത്രാലയം അറിയിച്ചു. പെട്രോൾ, ജലം, വൈദ്യുതി എന്നിവയ്ക്കായി പഴയ 500 രൂപ നോട്ടുകൾ ഉപയോഗിക്കാവുന്ന കാലാവധി ഇന്നലെ അർദ്ധരാത്രിയോടെ തീർന്നിരുന്നു. നോട്ട് അസാധുവാക്കലിന് പിന്നാലെ സംസ്ഥാനങ്ങൾക്ക് വൻ വരുമാന നഷ്ടമാണ് ഉണ്ടായതെന്ന് GST കൗൺസിൽ ചർച്ചയിൽ ധനമന്ത്രിമാർ ചൂണ്ടിക്കാട്ടി. ഓരോ ദിവസവും പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാവുകയാണ്. രാജ്യതലസ്ഥാനത്തെ പ്രമുഖ ബാങ്കുകളിൽ പോലും പണമെത്തിക്കാൻ റിസർവ് ബാങ്കിനായിട്ടില്ല. മറ്റ് സംസ്ഥാനങ്ങളിലെ അവസ്ഥ ഇതിനും ദയനീയവും. ഇതിന് കൃത്യമായും പരിഹാരം നിർദ്ദേശിക്കാൻ റിസർവ് ബാങ്കിനാകാത്തത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. നോട്ട് പ്രതിസന്ധിയിൽ സംസ്ഥാന സർക്കാർ സർവകക്ഷി യോഗം വിളിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. സഹകരണ മേഖലയെ പ്രതിസന്ധിയിലാക്കിയെന്നും ചെന്നിത്തല പറഞ്ഞു. കേരളം മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യാൻ കഴിയില്ല. കാരണം നമുക്ക് ഗൾഫിൽ നിന്നുള്ള NRI റെമിറ്റൻസ് അതിപ്പോൾ കുറയുകയാണ്. ഗൾഫിന് ആരും പണം അയക്കുന്നില്ല. അപ്പം ഗൾഫിൽ നിന്നുള്ള പണം വരുന്നില്ല. റബ്ബറിൻ്റെ വിലയിടിവ്, പക്ഷേ മറ്റ് കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലയിടിവ്, ഇതെല്ലാം കൂടി കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടായിരിക്കുന്ന ആഘാതം വളരെ വലുതാണ്. അപ്പം ഇത് പഠിച്ചുകൊണ്ട് തൊഴിലാളികൾ, കർഷകർ, സാധാരണക്കാർ, പാവപ്പെട്ടവർ എന്നിവരുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള, ആശ്വാസമെത്തിക്കാൻ വേണ്ടിയുള്ള ഒരു ദുരന്ത നിവാരണ പാക്കേജിന് കേരളം മുന്നോട്ട് വരണം. കറൻസി പ്രതിസന്ധിയെ തുടർന്ന് ട്രഷറി വഴി ശമ്പളവും പെൻഷൻ വിതരണവും മൂന്നാം ദിവസവും പ്രതിസന്ധിയിൽ. ഉച്ചവരെ 83.89 കോടി രൂപ ആവശ്യപ്പെട്ടെടുത്ത് RBI നൽകിയത് 52.92 കോടി മാത്രം. പല ട്രഷറികളിലും പണമില്ല. കഴിഞ്ഞ 2 ദിവസത്തെ പോലെ രാവിലെ മുതൽ ട്രഷറികൾക്ക് മുന്നിൽ വലിയ ക്യൂവാണ് മൂന്നാം ദിനവും കാണാനായത്. റിസർവ് ബാങ്കിൽ നിന്നും പണം ലഭിക്കാത്തത് കാരണം ട്രഷറികൾ പെൻഷൻ ശമ്പള വിതരണം ആരംഭിച്ചത് തന്നെ 10 മണിക്ക് ശേഷമായിരുന്നു. പെൻഷൻകാരെ ഇത് ഏറെ വലച്ചു. ട്രഷറിയിൽ എത്തിക്കഴിഞ്ഞാൽ എത്ര മണിക്ക് തിരിച്ചു പോകാൻ കഴിയുമെന്നുള്ളത് വരെ നിവൃത്തിയില്ലാത്തൊരു, അതിനുറപ്പില്ലാത്തൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കഴിഞ്ഞു പോകുന്നത്. അർഹതപ്പെട്ട പണം ചെലവാക്കാൻ കഴിയാത്ത ഒരു ദുസ്ഥിതി ഇത് ആരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നാലും തികച്ചും ജനവഞ്ചനയാണ്. ഉച്ചവരെ സംസ്ഥാനത്തെ ട്രഷറികൾ ആവശ്യപ്പെട്ട 83.89 കോടി രൂപയിൽ 52.92 കോടി മാത്രമാണ് സംസ്ഥാനത്തിന് ലഭിച്ചത്. നഗരപ്രദേശത്തെ ട്രഷറികളെ പ്രതിസന്ധി സാരമായി ബാധിച്ചില്ല. എന്നാൽ ഗ്രാമപ്രദേശത്ത് RBI തുക ലഭ്യമാക്കാത്തത് ട്രഷറികളെയും പെൻഷൻകാരെയും ദുരിതത്തിലാഴ്ത്തി. കരുതൽ ധനം ഉപയോഗിച്ചായിരുന്നു ഇവിടങ്ങളിൽ ട്രഷറികളുടെ പ്രവർത്തനം. ട്രഷറികളിൽ ആവശ്യത്തിന് ചില്ലറയില്ലാത്തതും തിരിച്ചടിയായതായി ട്രഷറി ഉദ്യോഗസ്ഥ പറഞ്ഞു. പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. ചില്ലറകൾ കൊടുക്കാൻ കഴിയുന്നില്ല. അവർ ചോദിക്കുന്ന ചില്ലറകളൊന്നും കൊടുക്കാനായിട്ട് പറ്റുന്നില്ല. അവർക്കും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. അവരെ വെട്ടി തിരുത്തി ഫിഗർ കൊടുക്കേണ്ടി വരുന്നുണ്ട്. അത് അറ്റസ്റ്റേഷൻ്റെതായിട്ട് വരുന്നുണ്ട്. ഇത് ചെറിയ പെൻഷൻകാരെയും വലച്ചു. എല്ലാവരും 2000 രൂപ റൗണ്ട് ചെയ്ത് എഴുതണമെന്നാണ്. അപ്പം ഞങ്ങളൊക്കെ എല്ലാവരും ഈ ചില്ലറ ചെറിയ പെൻഷൻകാരാണ്. അപ്പോൾ നമ്മൾ ആ സാധാരണ എല്ലാ മാസം എഴുതുന്നത് പോലുള്ള ആ ചില്ലറയൊക്കെയാണ് എഴുതി വന്നേക്കുന്നത്. ഇനിയിപ്പോൾ അവിടെ കൊണ്ടിട്ട് വെട്ടണം, തിരുത്തണം എന്നൊക്കെയാണ് പറയുന്നത്. മൂന്നാം ദിനത്തിൽ ആകെ 200 കോടിയാണ് സംസ്ഥാനം ആവശ്യപ്പെട്ടത്. കറൻസി ദൗർലഭ്യം നിലനിൽക്കുന്നതിനാൽ ഇതിൽ ഉച്ചവരെയുള്ള തുക പോലും ലഭിക്കാത്തത് കാരണം പ്രതിസന്ധി സംസ്ഥാനത്ത് തുടരുകയാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. 500ന്റെയും 1000ന്റെയും നോട്ടുകൾ പിൻവലിച്ചതിന് പിറകെ നിർത്തലാക്കിയ ടോൾ പിരിവ് പുനരാരംഭിച്ചതോടെ മുംബൈയിലെ ടോൾ ബൂത്തുകളിൽ സംഘർഷാവസ്ഥ. നഗരത്തിലെ ബാങ്കുകളിലും ATMകളിലും ആവശ്യത്തിന് കറൻസികൾ ലഭ്യമാക്കാതെ സർക്കാർ എടുത്ത തീരുമാനമാണ് മോട്ടോർ യാത്രക്കാരെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. കറൻസി ക്ഷാമത്തെ തുടർന്ന് നിർത്തിവച്ചിരുന്ന ടോൾ പിരിവ് പുനഃസ്ഥാപിച്ചതോടെ മുംബൈയിലെ ടോൾ ബൂത്തുകളിൽ സംഘർഷാവസ്ഥ. പല ടോൾ ബൂത്തുകളിലും വാഹനങ്ങളുടെ കാത്തുനിൽപ്പിന്റെ ദൈർഘ്യം വർദ്ധിച്ചതോടെ ഏറെ കഷ്ടത്തിലായത് സമയബന്ധിത യാത്രക്കാരാണ്.
ആശുപത്രികളിലും വിമാനത്താവളത്തിലും എത്തിച്ചേരേണ്ട യാത്രക്കാരാണ് ടോൾ ബൂത്തുകളിലെ അനിശ്ചിതാവസ്ഥയിൽ ഏറെ ആശങ്കപ്പെട്ടത്. നിരോധിച്ച കറൻസികൾ ടോൾ ബൂത്തുകൾ നിർത്തലാക്കിയതും സർക്കാർ പ്രാബല്യത്തിൽ കൊണ്ടുവന്ന 2000-ന്റെ നോട്ടിന് ചില്ലറ നൽകാൻ കഴിയാത്തതുമാണ് ടോൾ ബൂത്തുകൾ നേരിടുന്ന പ്രതിസന്ധി. കാശില്ലാത്ത ATM-ഉം പണം നൽകാത്ത ബാങ്കുകളും ജനജീവിതം ദുസ്സഹമാക്കിയതിന് പുറകെയാണ് ടോൾ പിരിവ് പുനഃസ്ഥാപിച്ച് നഗരവാസികളുടെ അതിജീവന ശേഷിയെ സർക്കാർ പരീക്ഷിക്കുന്നത്. പ്രേംലാൽ, ന്യൂസ് ബ്യൂറോ, മുംബൈ. മാൻഹോളിലകപ്പെട്ട അന്യസംസ്ഥാന തൊഴിലാളികളെ രക്ഷിക്കുന്നതിനിടെ മരണപ്പെട്ട നൌഷാദിന്റെ കുടുംബത്തിന് ആശ്വാസവുമായി LDF സർക്കാർ. നൌഷാദിന്റെ ഭാര്യയ്ക്ക് ജോലി നൽകിയാണ് സർക്കാരിന്റെ സഹായം. ഭാര്യ സഫ്രീനയ്ക്ക് സർക്കാർ വാഗ്ദാനം ചെയ്ത ജോലി നൽകാൻ വൈകുന്നത് പീപ്പിൾ TV റിപ്പോർട്ട് നേരത്തെ ചെയ്തിരുന്നു. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് നൌഷാദിന്റെ ഭാര്യയെ തേടി സർക്കാർ ജോലി എത്തിയിരിക്കുന്നത്. മാൻഹോളിൽ അകപ്പെട്ട അന്യസംസ്ഥാന തൊഴിലാളികളെ രക്ഷിക്കുന്നതിനിടെയായിരുന്നു സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ആദ്യ ദിവസത്തെ മത്സരങ്ങളൊക്കെ പൂർത്തിയാകുമ്പോൾ ഇഞ്ചോടിഞ്ചു പോരാട്ടം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിന്റെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി സിജു കണ്ണൻ ചേർന്നുണ്ട്. സിജു, ഇന്നത്തെ ആവേശമായ 400 മീറ്റർ മത്സരം അടക്കമുള്ള മത്സരങ്ങളുടെ ഫലങ്ങൾ എങ്ങനെയാണ്? മറ്റു വിവരങ്ങൾ. സൗമ്യ, സംസ്ഥാന സ്കൂൾ കായികോത്സവത്തിലെ ആദ്യ ദിനത്തിലെ മത്സരങ്ങൾ പൂർത്തിയായിരിക്കുന്നു. ഏറ്റവും അവസാനമായി നടന്നത് സീനിയർ ബോയ്സ് വിഭാഗത്തിലെ 400 മീറ്റർ മത്സരമാണ്. ഇന്ന് രാവിലെ 5000 മീറ്റർ സീനിയർ ബോയ്സിന്റെ 5000 മീറ്റർ മത്സരങ്ങളോടുകൂടിയാണ് സംസ്ഥാന സ്കൂൾ കായികോത്സവത്തിന്റെ ആദ്യ ദിനം ആരംഭിച്ചത്. ഇതിനുശേഷം ഇന്ന് 18 ഫൈനലുകളാണ് നടന്നത്. ഇന്ന് രാവിലെ മുതൽ നടന്ന മത്സരങ്ങളിൽ പതിവ് പോലെ തന്നെ പാലക്കാട് ജില്ലയും എറണാകുളം ജില്ലയും തമ്മിലായിരുന്നു ശക്തമായ പോരാട്ടം നടന്നത്. ആദ്യഘട്ടത്തിൽ ആദ്യ 4 മെഡലുകൾ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഈ 2 മെഡലുകൾ പാലക്കാടിനും 2 മെഡലുകൾ എറണാകുളത്തിനും ലഭിച്ചിരുന്നു. എന്നാൽ അതിനുശേഷം പിന്നീട് എറണാകുളം ജില്ലയാണ് മുന്നേറ്റം നിൽക്കുന്നത്. നിലവിലെ പോയിന്റ് നിലയനുസരിച്ച് എറണാകുളം ജില്ലയാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ ഏറ്റവും അവസാനമായി ഇവിടെ നടന്നത് 400 മീറ്റർ മത്സരങ്ങളാണ്. ഇത് സബ് ജൂനിയർ വിഭാഗത്തിലും അതോടൊപ്പം തന്നെ ജൂനിയർ വിഭാഗത്തിലും സീനിയർ വിഭാഗത്തിലുമായി 6 മത്സരങ്ങൾ നടന്നപ്പോൾ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് കോഴിക്കോട് ജില്ല മുന്നേറ്റമുണ്ടാക്കി. ആദ്യഘട്ടത്തിൽ ഇന്ന് കോഴിക്കോട് ജില്ലയ്ക്ക് കൃത്യമായ പോയിന്റുകൾ ഒന്നും ലഭിച്ചിരുന്നില്ല. എന്നാൽ സാധാരണ പോലെ തന്നെ ഉഷാ സ്കൂളിലെ കുട്ടികൾ 3 മെഡലുകൾ, 2 ഒന്നാം സ്ഥാനവും അതോടൊപ്പം തന്നെ ഒരു 3ാം സ്ഥാനവും നേടിയപ്പോൾ പോയിന്റ് പട്ടികയിലേക്ക് കോഴിക്കോട് ജില്ല ഇടം പിടിച്ചു എന്നതാണ് ഏറ്റവും അവസാന മത്സരങ്ങളിൽ എടുത്തു പറയേണ്ടത്. സീനിയർ ബോയ്സ് വിഭാഗത്തിൽ 400 മീറ്റർ മത്സരത്തിൽ ഇടുക്കിയിലെ ആൽബിൻ ബാബുവാണ് 1ാം സ്ഥാനത്തെത്തിയത്. സീനിയർ സബ് ജൂനിയർ ഗേൾസ് വിഭാഗത്തിൽ ഉഷാ സ്കൂളിലെ എൽഗ തോമസ് 1ാം സ്ഥാനത്തെത്തി. സബ് ജൂനിയർ ബോയ്സ് വിഭാഗത്തിൽ എറണാകുളം ജില്ലയിലെ വാരിഷ് ബോഹിമയാണ് ഒന്നാമതായി ഫിനിഷ് ചെയ്തത്. ജൂനിയർ ബോയ്സ് വിഭാഗത്തിൽ പത്തനംതിട്ടയുടെ അനന്തു വിജയൻ 1ാം സ്ഥാനത്തെത്തി. ജൂനിയർ ഗേൾസ് വിഭാഗത്തിൽ ഉഷാ സ്കൂളിലെ സൂര്യമോൾ 1ാം സ്ഥാനത്തെത്തി. സീനിയർ ഗേൾസ് വിഭാഗത്തിൽ കോഴിക്കോടിന്റെ ഉഷാ സ്കൂളിന്റെ തന്നെ അബിത മേരി മാനുവലാണ് 1ാം സ്ഥാനത്തെത്തിയത്. ആദ്യ ദിവസത്തെ 18 ഫൈനലുകൾ അവസാനിച്ചിരിക്കുന്നു. ഇനി മേളയുടെ ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങുകളാണ് നടക്കാനിരിക്കുന്നത്. അല്പസമയങ്ങൾക്കകം തന്നെ മുഹമ്മദ് കോയ സ്റ്റേഡിയത്തിൽ 60ാമത് സംസ്ഥാന സ്കൂൾ കായികോത്സവത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങുകൾ നടക്കും. വിദ്യാഭ്യാസ മന്ത്രി C രവീന്ദ്രനാഥ് ഉൾപ്പെടെയുള്ള പ്രമുഖർ ഇവിടെ എത്തിയിട്ടുണ്ട്. C രവീന്ദ്രനാഥാണ് കായികോത്സവത്തിന് ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. സൗമ്യ, സിജുവാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാന സ്കൂൾ കായികോത്സവത്തിലെ ഇന്നത്തെ മത്സരങ്ങൾ പൂർത്തിയായിരിക്കുന്നു. സ്കൂൾ കായികോത്സവത്തിലെ ത്രോ ഇനങ്ങളിൽ തങ്കത്തിളക്കമുള്ള താരമാണ് മേഘ മറിയം മാത്യു. 4 മീറ്റുകളിലായി ഇതുവരെ 5 സ്വർണമാണ് മേഘ നേടിയത്. ഇത്തവണ ജൂനിയർ പെൺകുട്ടികളുടെ ഷോട്ട് പുട്ടിൽ മേഘ പുതിയ മീറ്റ് റെക്കോർഡും കുറിച്ചു. ഭാരം കയ്യിലൊതുക്കി ദൂരം കീഴടക്കാൻ ഇറങ്ങിയപ്പോഴെല്ലാം ഫീൽഡിൽ നിന്ന് പൊന്നുവാരിയെടുത്ത ചരിത്രമാണ് മേഘയുടേത്. 4 മീറ്റുകളിലായി ഫീൽഡിൽ എറിഞ്ഞിട്ടത് 5 സ്വർണം. ഇത്തവണ ഷോട്ട്പുട്ടിലെ തുടർച്ചയായ 4ാം സ്വർണം നേടിയപ്പോൾ അതിന് ഇരട്ടി മധുരമുണ്ട്. 11.95 മീറ്റർ ദൂരം കീഴടക്കി 11 വർഷം പഴക്കമുള്ള റെക്കോർഡാണ് മേഘ എറിഞ്ഞു തകർത്തത്. 10ാം തരം വിദ്യാർത്ഥിയായ മേഘ തിരുവനന്തപുരം സായിയിൽ കോച്ച് B സത്യാനന്ദയുടെ കീഴിലാണ് 4 വർഷമായി പരിശീലനം നടത്തുന്നത്.
നാലാമത്തെ വർഷമാണ് സംസ്ഥാന ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. 4 തവണയും സംസ്ഥാന മീറ്റിന് വിൻ ചെയ്യുകയുണ്ടായി. ഇത്തവണ ഒരു പ്രത്യേകത സംസ്ഥാന റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ ആദ്യമായി മത്സരത്തിനിറങ്ങി ഡിസ്കസ് ത്രോയിൽ സ്വർണ്ണദൂരം കീഴടക്കിയ ആത്മവിശ്വാസത്തിൽ ഇത്തവണയും ഡിസ്കസ് ത്രോയിൽ മേഘ മത്സരത്തിനിറങ്ങുന്നുണ്ട്. 3 ദേശീയ മീറ്റുകളിലായി ഓരോ സ്വർണവും വെള്ളിയും വെങ്കലവും മേഘയുടെ മെഡൽ പട്ടികയിലുണ്ട്. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ലോക സ്കൂൾ കായികമേളയിൽ മേഘ പങ്കെടുത്തിരുന്നു. തേഞ്ഞിപ്പലത്ത് നിന്നും സിജു കണ്ണൻ. കഴിഞ്ഞ 3 വർഷമായി സംസ്ഥാന സ്കൂൾ കായികമേളയിലെ ആദ്യ സ്വർണം ബിബിന് സ്വന്തം. ഇത്തവണയും ആ പതിവിന് മാറ്റമുണ്ടായില്ല. ബിബിനിലൂടെ ആദ്യ അക്കൗണ്ട് തുറക്കുക കൂടി ചെയ്തതോടെ കിരീടം നിലനിർത്താനാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് എറണാകുളം. കായികമേളയായാലും കായിക ഉത്സവമായാലും ബിബിൻ ജോർജ് എറണാകുളത്തിന്റെ ഭാഗ്യനക്ഷത്രമാണ്. കഴിഞ്ഞ 3 വർഷവും മീറ്റിലെ ആദ്യ സ്വർണം ബിബിന്റെ പേരിൽ തന്നെയായിരുന്നു. കഴിഞ്ഞ വർഷം 5000 മീറ്ററിലെ റെക്കോർഡ് തിരുത്തിയാണ് ബിബിൻ സ്വർണ്ണമണിഞ്ഞതെങ്കിൽ ഇത്തവണ റെക്കോർഡ് നേടാനായില്ലെങ്കിലും സ്വർണം നിലനിർത്തി. ബിബിൻ തുറന്നിട്ട സ്വർണ്ണപാതയിലൂടെ കുതിച്ച എറണാകുളം കഴിഞ്ഞ 3 വർഷവും ചാമ്പ്യൻ പട്ടം നിലനിർത്തുകയും ചെയ്തു. ഇത്തവണയും ബിബിന്റെ നല്ല തുടക്കം നൽകിയ ആത്മവിശ്വാസത്തിലാണ് എറണാകുളം ജില്ല. പോയ വർഷത്തെ നേട്ടം തന്റെ ജില്ലയും സ്കൂളും ആവർത്തിക്കുമെന്ന പ്രതീക്ഷയിലാണ് ബിബിനും. വളരെ സന്തോഷമുണ്ട്. കഴിഞ്ഞ വർഷം എൻ്റെ തന്നെയാണ് റെക്കോർഡ്. നന്നായി ചെയ്യാൻ പെർഫോമൻസ് ചെയ്യാൻ പറ്റിയില്ല, എങ്കിലും നന്നായി ചെയ്യാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. നന്നായി ഒരു തുടക്കം വിട്ട് കൊടുക്കാൻ പറ്റുന്നത് വളരെ സന്തോഷമുണ്ട്. എറണാകുളത്തിൻ്റെ ഞങ്ങളുടെ സ്കൂളിൻ്റെ കഴിഞ്ഞ വർഷം ഞങ്ങളുടെ സ്കൂളിൽ തന്നെയാണ് ചാമ്പ്യൻഷിപ്പ് നേടിയത്. രണ്ടിനും ആദ്യമായിട്ട് ഒരു മെഡൽ എടുത്ത് കൊടുക്കാൻ പറ്റിയ സന്തോഷമുണ്ട്. ഇത്തവണ ഇനി 2 മത്സരങ്ങളുണ്ട്. 800 ഉണ്ട്, 1500 ഉണ്ട്. ഇനി എല്ലാ ദിവസങ്ങളിലും ഓരോ ഐറ്റം വെച്ചുണ്ട്. ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഇനി 800, 1500 മീറ്ററുകളിൽ ട്രാക്കിലിറങ്ങി ട്രിപ്പിളാണ് ബിബിൻ ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ വർഷം തലനാരിഴയ്ക്ക് നഷ്ടമായ ഹാട്രിക് ട്രിപ്പിളിന്റെ നിരാശ തീർക്കാനും ബിബിന് ഇത്തവണത്തെ ട്രിപ്പിൾ നേട്ടം അനിവാര്യമാണ്. ക്യാമറാമാൻ ജിബേഷിനൊപ്പം കോഴിക്കോട് നിന്നും മനു എം നായർ. സബ് ജൂനിയർ ഹൈജമ്പിലെ വെള്ളി മെഡലിന് ഇത്തവണ സ്വർണത്തേക്കാൾ തിളക്കമുണ്ട്. അട്ടപ്പാടി വനാന്തരങ്ങളിലെ ഉൾക്കാടുകളിലുള്ള പ്രാക്തന ഗോത്ര വിഭാഗത്തിൽപ്പെട്ട സുനിൽ എന്ന മിടുക്കനാണ് വെള്ളി നേട്ടം സ്വന്തമാക്കിയത്. കഷ്ടപ്പാട് നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളെയും ഉൾക്കാട്ടിലെ വെല്ലുവിളികളെയും അതിജീവിച്ചാണ് സുനിലിന്റെ നേട്ടം. മണ്ണിനോടും മനുഷ്യരോടും പടപൊരുതിയാണ് ചരിത്ര നേട്ടത്തിലേക്ക് സുനിൽ ഉയർന്നു ചാടിയത്. അട്ടപ്പാടിയിലെ ഉൾക്കാടുകളിൽ നിന്ന് കഷ്ടപ്പാടിന്റെയും ഇല്ലായ്മയുടെയും കഥകൾ മാത്രം പറയാനുള്ള പ്രാക്തന ഗോത്രവർഗത്തിൽ നിന്നാണ് സുനിൽ എന്ന കൊച്ചുമിടുക്കന്റെ വരവ്. അതുകൊണ്ട് തന്നെ സബ് ജൂനിയർ ഹൈജമ്പിലെ ഈ വെള്ളി നേട്ടം സുനിലിന് സുവർണ ശോഭയേകുന്നു. കാടിനെ മാത്രം കണ്ട് പരിചയിച്ച സുനിലിന് അതുകൊണ്ട് തന്നെ പുറത്തെ വർണ്ണക്കാഴ്ചകളിൽ പരിഭ്രമമാണ് നൽകുന്നത്. ഞങ്ങൾ മൈക്ക് നീട്ടിയപ്പോഴും ആ അമ്പരപ്പും പരിഭ്രമവും സുനിലിനുണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു ഇവിടെ ജമ്പിംഗ് പിറ്റിലെത്തി? ഒന്നും ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ എന്താ ഒരു ലക്ഷ്യം? ഈ മത്സരത്തിൽ ജയിച്ചു പോകണമെന്നാണ് എൻ്റെ. മലമ്പുഴ ആശ്രമം സ്കൂളിലെ കായികാധ്യാപകൻ അരുൺ ജോസാണ് സുനിലിനെ ജമ്പിംഗ് പിറ്റിലേക്ക് കൈപിടിച്ചത്. വലിയ പ്രതീക്ഷകളോടെയാണ് അരുൺ സുനിലിനെ മുന്നോട്ട് നയിക്കുന്നത്. നമ്മളിവിടെ നിന്ന് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. സുനിൽ ചാട് ഓരോ ചാട്ടം കഴിയുമ്പോഴും നമ്മൾ ചാട് കിട്ടുമെന്നും പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. സ്കൂളിൽ നമുക്ക് നല്ല സപ്പോർട്ട് തരും. മൈതാനങ്ങളിലെ ആളുകൾക്കും ആരവങ്ങൾക്കും അപ്പുറം ഉൾക്കാടിലെ ജീവിത പോരാട്ടമാണ് സുനിലിന്റെ യഥാർത്ഥ കരുത്ത്. ക്യാമറാമാൻ ജയേഷ് വില്ലോടിക്കൊപ്പം മനു എം നായർ. ലത്തീൻ സമുദായത്തിന്റെ ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ സമുദായം ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് ആർച്ച് ബിഷപ്പ് ഡോക്ടർ സൂസപാക്യം. തീരദേശ മേഖല തീരദേശവാസികളുടേതാണെന്നും സൂസപാക്യം പറഞ്ഞു. ആലപ്പുഴയിൽ ലത്തീൻ സംഗമത്തിന്റെ പതാക ഉയർത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തീരദേശ മേഖലയിലെ വികസനത്തിന് ലത്തീൻ സമുദായം എതിരല്ല. എന്നാൽ തീരദേശവാസികളെ പ്രദേശത്തു നിന്നും മാറ്റിക്കൊണ്ടുള്ള വികസനം നടത്തുമ്പോൾ പ്രദേശവാസികളെ കൂടി വിശ്വാസത്തിലെടുക്കണമെന്ന് ആർച്ച് ബിഷപ്പ് ഡോക്ടർ സൂസപാക്യം പറഞ്ഞു. ലത്തീൻ സമുദായ സംഗമത്തിന്റെ ഭാഗമായി നടന്ന കത്തോലിക്ക കൗൺസിൽ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അവരെയും കൂടെ വിശ്വാസത്തിലെടുത്തോണ്ട് അവരുമായിട്ട് ചർച്ച ചെയ്ത് മുകളിൽ നിന്നുള്ള ചിലരൊക്കെ ചർച്ച ചെയ്തിട്ട് ഈ അവരുടെ മേലെ അടിച്ചേൽപ്പിക്കുന്ന ഒരു ഇതായിരിക്കും. കുറച്ചൊക്കെ കാശ് കൊടുക്കുമായിരിക്കാം, കുറച്ചൊക്കെ സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുമായിരിക്കാം. പക്ഷെ തീരദേശവാസികൾക്ക് അവകാശപ്പെട്ടതാണ്. അങ്ങനെ ഒരു കോടതി വിധിയും ഉള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കി. ഇന്നും നാളെയുമായാണ് സംഗമം നടക്കുക. നാളെ വൈകിട്ട് ലക്ഷങ്ങൾ അണിനിരക്കുന്ന ബഹുജന റാലിയോടുകൂടിയാണ് സമ്മേളനത്തിന് സമാപനം കുറിക്കുക. മുഖ്യമന്ത്രി പിണറായി വിജയൻ, രൂപതാധ്യക്ഷൻ സ്റ്റീഫൻ അത്തിപ്പൊഴിയിൽ, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, പൊതുമരാമത്ത് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ജി സുധാകരൻ തുടങ്ങി നിരവധി പ്രമുഖർ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കും. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ.
ശബരിമല തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വായ്പൂര് കുളത്തൂരിൽ ആരംഭിച്ച ശബരി സ്വാശ്രയ കോളേജിന്റെ സ്ഥലമെടുപ്പിലും തുടർ നടപടികളിലും വൻ അഴിമതിയെന്ന ആക്ഷേപം. വിപണി വിലയേക്കാൾ 2 ഇരട്ടിയിലേറെ തുക നൽകിയാണ് ദേവസ്വം ബോർഡ് സ്ഥലം വാങ്ങിയതെന്ന് വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നു. ബോർഡിലെ ഉന്നതരുടെയും ചില ഉദ്യോഗസ്ഥരുടെയും ഒത്താശയോടെയാണ് അഴിമതി അരങ്ങേറിയത്. ദേവസ്വം ബോർഡിൽ വൈക്കത്തുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് സ്ഥലമെടുപ്പിന് ഇടനിലക്കാരനായി നിന്നത്. ശബരി ദുർഗ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസസ് എന്ന കോളേജിന് വേണ്ടി 1,52,00,000 രൂപ മുടക്കിയാണ് ഒരു സ്വകാര്യ വ്യക്തിയിൽ നിന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സ്ഥലം വാങ്ങിയത്. പത്തനംതിട്ട ജില്ലയിൽ തന്നെ ദേവസ്വം ബോർഡിന്റെ ഉടമസ്ഥതയിൽ ധാരാളം സ്ഥലം വെറുതെ കിടക്കുമ്പോഴാണ് കോടികൾ മുടക്കി കോളേജിന് എന്ന പേരിൽ സ്ഥലം കണ്ടെത്തിയത്. രജിസ്ട്രേഷനും ഡോക്യുമെന്റേഷനുമായി 2,32,500 രൂപയുമടക്കം മൊത്തം 1,84,00,000 രൂപയാണ് ബോർഡിൽ നിന്ന് ചെലവഴിച്ചതും. ധനലക്ഷ്മി ബാങ്കിന്റെ വൈക്കം ശാഖയിൽ ഈ വർഷം ഫെബ്രുവരി 27-ന് പുതുക്കി നിക്ഷേപിച്ച സ്ഥിര നിക്ഷേപമായ 54 ലക്ഷവും കീഴൂർ കോളേജിന്റെ പ്രിൻസിപ്പലിന്റെ അക്കൗണ്ടിൽ നിന്ന് 20 ലക്ഷവും ദേവസ്വം ബോർഡിന്റെ അക്കൗണ്ടിൽ നിന്ന് 41 ലക്ഷവും പിൻവലിച്ചാണ് സ്ഥലം വാങ്ങിയത്. സ്ഥലം വാങ്ങാനുള്ള 1 കോടി രൂപ ബോർഡ് ഫണ്ടിൽ നിന്ന് ചെലവഴിക്കാൻ വളരെ അടിയന്തര പ്രാധാന്യത്തോടെ ബോർഡ് സെക്രട്ടറി നൽകിയ ഉത്തരവും സംശയാസ്പദമാണ്. കോളേജിനാവശ്യമായ 1.10 ഏക്കർ സ്ഥലം സമീപത്തെ ഒരു കുടുംബം സംഭാവന ചെയ്തുവെന്ന് അധികൃതർ തന്നെ പറയുന്നുണ്ട്. ഇതിനു പുറമെ വായ്പൂരിനടുത്ത് കങ്ങഴയിൽ ദേവസ്വം ബോർഡ് സ്കൂളിന്റെ 4 ഏക്കർ സ്ഥലം വെറുതെ കിടക്കുമ്പോഴാണ് കേവലം 4 കിലോമീറ്റർ അകലെയുള്ള സ്ഥലം കോടികൾ മുടക്കി വാങ്ങിയതും. 2015-ലെ വിപണി വിലയേക്കാൾ ഇരട്ടി തുക കാണിച്ചാണ് സ്ഥലത്തിന്റെ മൂല്യം നിർണ്ണയിച്ചത്. ഔദ്യോഗിക വ്യവഹാരങ്ങൾക്ക് കളക്ടറാണ് വാല്യുവേഷൻ സർട്ടിഫിക്കറ്റ് നൽകേണ്ടതെന്ന ചട്ടം ലംഘിച്ച് മല്ലപ്പള്ളി തഹസിൽദാറാണ് സെന്റിന് 75,000 രൂപ കമ്പോള വില കണക്കാക്കി വാല്യുവേഷൻ സർട്ടിഫിക്കറ്റ് നൽകിയതും. മുദ്രപത്രം, രജിസ്ട്രേഷൻ, ഡോക്യുമെന്റേഷൻ എന്നിവയ്ക്ക് ചെലവായ 10 ലക്ഷം രൂപ കോളേജ് വികസന സമിതി നൽകിയെന്നും അധികൃതർ പറയുന്നുണ്ട്. ഇതിലും സുതാര്യതയില്ല. രജിസ്ട്രേഷൻ, ഡോക്യുമെന്റ് ഫീസ് എന്നിവ ചെക്കായി നൽകാത്തതിലും സംശയമുളവാക്കുന്നു. വിപണി വിലയേക്കാൾ വലിയ തുകയ്ക്ക് സ്ഥലം വാങ്ങിയത് വഴി ദേവസ്വം ബോർഡ് വലിയ അഴിമതി തന്നെയാണ് നടത്തിയിരിക്കുന്നത്. ജില്ലാ കളക്ടർ വാല്യുവേഷൻ ചെയ്തു കൊടുക്കേണ്ട സ്ഥലത്തിന് എന്തുകൊണ്ടാണ് മല്ലപ്പള്ളി തഹസിൽദാർ വാല്യുവേഷൻ ചെയ്തു കൊടുത്തത്? അതും വിപണി വിലയിൽ നിന്നും വലിയ തുക രേഖപ്പെടുത്തിക്കൊണ്ട്. ഈ അഴിമതി കച്ചവടത്തിൽ മല്ലപ്പള്ളി തഹസിൽദാർക്കുണ്ടായ നേട്ടം എന്താണ്? സന്നിധാനത്ത് നിന്നും ക്യാമറമാൻ വിനേഷ് നേതാജിക്കൊപ്പം വിജേഷ് നടുവിൽ.